പോയി മഴയത്ത് ഞാനിതൊക്കെ പോവാണ്. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് അങ്ങോട്ട് പോവാം. ഞാൻ ഫുൾ എക്സൈറ്റഡ് ആണ് ഇതിൽ കണ്ടിട്ട്. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കും, കുതിരും ചെറിയ രീതിയിൽ ഗപ്പീസിനെയൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. നല്ല തണുപ്പും നല്ല മഴയുള്ള സമയമാണ് കേട്ടോ. അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് നമ്മളിവിടെ അടുത്ത് തന്നെ നമ്മുടെ ഒരു ചേട്ടന്റെ വീട്ടിൽ, എൽദോസ് ചേട്ടൻ എന്ന് പറയും, ചേട്ടന്റെ വീട്ടില് കുറച്ചു കാലം മുന്നേ കുറച്ച് ചെറിയ ഗപ്പീന്ന് ചെറിയ ഏഞ്ചൽസിനെ കൊടുത്തിരുന്നു, കുഞ്ഞ് കോയിൻ സൈസുള്ള ഏഞ്ചൽസിനെ. അപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ട് പുള്ളിക്കാരൻ വന്നിട്ട് നമ്മളോട് പറയുണ്ടായി, വന്നപ്പോൾ ഒന്ന് നോക്ക് എങ്ങനെയുണ്ട്. പുള്ളിക്കാരൻ എഞ്ചിനീയർ ആണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ആ പുള്ളി ചെറിയ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ആളാണ്. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനിവിടുന്ന് ഏട്ടനും എല്ലാവരും ഇങ്ങനെ പോക്കുണ്ട് ഇടയ്ക്ക്. കുറേ ആയി ഇപ്പം അങ്ങോട്ട് പോയിട്ട്, കുറേ എന്ന് പറഞ്ഞാൽ കുറച്ച് അധികമായി. അപ്പം അവരെ ഒന്ന് കാണാൻ വേണ്ടി പോവാണ്. ഇപ്പം എന്തായി, എത്ര എണ്ണം ഉണ്ട്, വലിപ്പമായോ, എന്തായി എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. ആ കൂട്ടത്തിൽ നിങ്ങളെയും കൂടി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിന്ന് ഒരു വീട്ടിലേക്ക് നമ്മളെ പണ്ട് കൊടുത്ത, ഏകദേശം ഒരു 6-7 മാസമൊക്കെ മുന്നേ കൊടുത്ത ഏഞ്ചലിനെ കാണാൻ വേണ്ടി പോവാണ്. ഒട്ടും വൈകണ്ട, നമുക്ക് വേഗം പോവാം. അപ്പം മാസ്ക് ഒക്കെ ഇട്ടിട്ട് കണ്ടോ, ഫുൾ സെറ്റപ്പ് ആയിട്ടുണ്ട്. നമ്മൾ നേരെ ഇനി നമ്മുടെ ഏഞ്ചലിൻ്റെ ലൊക്കേഷനിലേക്ക് പോവുകയാണ്. എല്ലാവരും ഫുൾ എക്സൈറ്റ്മെൻ്റ് ആണെന്ന് പറയാം, ഞാനും എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് പറയാം. കണ്ട നല്ല മഴയാണ്. അപ്പം നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോയി, മഴയത്ത് ഞാനിതപ്പോൾ പോവാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് അങ്ങോട്ട് പോവാം. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ ആ വീട്. കണ്ടോ, നമ്മുടെ സ്വന്തം എൽദോസ് ഏട്ടൻ്റെ വീട്. മൂപ്പരിപ്പോൾ ഇവിടെ ഇല്ല. ഞാൻ പിന്നെ പറഞ്ഞ് ഇവിടുന്ന് വീഡിയോ എടുക്കാൻ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വന്നത്. കണ്ടോ, മൂപ്പരും ചെറിയ രീതിയിൽ ഗപ്പീസിനെയൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. കണ്ടോ, ഒരുപാട് ഇവിടെ കുറച്ച് ചെറിയ ചെറിയ ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്കെന്നെ അറിയോ എന്താണ്, ഇവള് പണ്ട് നമ്മുടെ ഫാമിൻ്റെ അതില് വീടിൻ്റെ അതിൽ ഓടി വരുമായിരുന്നു. എന്തിനി കരയുന്നുണ്ടല്ലേ. അങ്ങനെ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, വലിയ ദൂരമൊന്നും ഇല്ല കേട്ടോ ഇവിടേക്ക്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്, ഫാമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നല്ല സൂപ്പറായിട്ട് ഉള്ള സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വലിയ ടൈം കളയേണ്ട, നമ്മളെ വന്ന ഉദ്ദേശത്തിലേക്കൊന്ന് കടന്നാലോ, പോവാ അല്ലേ. അപ്പോൾ ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് എവിടെയാണെന്നറിയോ, നമ്മുടെ എൽദോസ് ഏട്ടൻ്റെ ചെറിയൊരു സെറ്റപ്പിലാണ്. മൂപ്പരത് വെറുതെ കണ്ടാ ഗസ് ചെയ്യും, കോയി ആണ്, കോയി ഷോട്ടയിൽ. പിന്നെ ഞാൻ കുറേ ആയി ഇങ്ങോട്ട് വന്നിട്ട്, ഇത് ഞാൻ പണ്ട് സെറ്റ് ചെയ്ത് കൊടുത്തൊരു ടാങ്കായിരുന്നു, ഇപ്പോഴും ഉണ്ട് അതിൽ കേട്ടോ. അപ്പം ഇങ്ങനെ കുറച്ച് സെറ്റപ്പ് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. അതിവിടെ ഒരു ഷെഡ് പോലെ ആക്കിയിട്ട് മേലെ കണ്ടില്ലേ ഇങ്ങനെ നീല ഇതൊക്കെ വെച്ച് മറച്ചിട്ട് ഈ മീനിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആള് ഇതൊന്നും അല്ല കേട്ടോ, പ്രൊഫഷണൽ ഒന്നല്ല, ആൾ എൻജിനീയർ ആയിരുന്നു. അപ്പം ഭയങ്കര ഇഷ്ടമാണ് മീനിനെ, അപ്പം അങ്ങനെ ചെയ്തതാണ്. ഇത് നമ്മുടെ ബീറ്റാസ് ഇരിപ്പുണ്ട്, കണ്ടില്ലേ. ഇതാണ് നമ്മൾ റെഷോട്ടയിൽ ഇതാ. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഏഞ്ചൽ ടാങ്ക്. വളരെ ചെറുതാവുമ്പോൾ കൊണ്ടിട്ടിട്ട് പോയതാട്ടോ, ചെറിയ നമുക്കറിയില്ല, കോയിൻ സൈസിലൊക്കെ ഇട്ടിട്ട് പോയതാണ്. അപ്പൊ നമുക്കൊന്ന് നോക്കി നോക്കാം ഇപ്പൊ എന്തായി. ഞാനും നിങ്ങളെ പോലെ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നോക്കട്ടെ. എന്റെ പൊന്നെ, നിങ്ങളിത് കാണുന്നുണ്ടോ? അടിപൊളി. ഇത് നോക്കിയാട്ടെ, തനി ഏഞ്ചൽ എന്താന്ന് ഇപ്പോഴാണ് നമുക്ക് തിരിഞ്ഞത്. അയ്യ, ഒരു രക്ഷയില്ല കേട്ടോ. ഇത് നോക്കിയാട്ടെ, രാജാക്കന്മാരതാ ഇറങ്ങി വരുന്ന പോലെ ഓരോന്ന് വരുന്നുണ്ട്. എൻ്റെ അമ്മോ, ഇതെന്തായാലും ഉണ്ടല്ലോ, ഇത് നിങ്ങളോട് കൂടെ തന്നെ നിന്ന് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അല്ല, ചെടിയൊക്കെ കുടുങ്ങിപ്പോയി ഇതില്. ഓ ഓ ഓ ഓ
ഏകദേശം പേര് തിരിയാനുള്ള വലുപ്പമായിട്ടുണ്ട് ഇപ്പൊ ഇവര് അടിപൊളിയായിട്ട് ഇതിൽ കിടക്കാണ് കേട്ടോ. വല്ലാത്തൊരു ചേഞ്ച് തന്നെയാണിത്. നമ്മൾ ഏകദേശം ഇത്ര മാസത്തില് വന്നിട്ട് കാണുമ്പോഴേ ഇതുണ്ടോ. അപ്പൊ നമ്മുടെ ഏഞ്ചൽ വിസിറ്റ് എല്ലാം കഴിഞ്ഞിതാ വീട്ടിലേക്ക് ഓടി കയറിയതാട്ടോ. പെരും മഴയാണ്. എന്തായാലും ഭയങ്കര ഒരു സന്തോഷം. നമ്മളെന്താ വെച്ചാൽ അത്രയും ചെറുതിലൊക്കെ അല്ലേ കണ്ടത്. അത് പിന്നെയും പോയി കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ഏഞ്ചലൊക്കെ ശരിക്കും എല്ലാവരും വെറുതെ പറയുന്ന കേട്ടോ, ചെറിയ സൈസ് മുതൽ പിന്നെ വലുതാവില്ല എന്നൊക്കെ ഉള്ളത്. അപ്പം വേറെ എന്താ, വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ.